തിരുവനന്തപുരം നെയ്യാർ ഡാമിൽ ചാടി യുവതിയുടെ മൃതദേഹം കണ്ടെത്തി. തിരുവനന്തപുരം നേമം സ്വദേശി ശരണ്യാണ് മരിച്ചത്. തിരുവനന്തപുരം RTO ഓഫീസ് അസിസ്റ്റന്റായി ജോലി ചെയ്യുകയായിരുന്നു. മേഘ്ന മുരളി തിരുവനന്തപുരം ചെയ്തു. മേഘ്ന, ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. മൃതദേഹം കണ്ടെത്തി എന്ന വാർത്ത വരുന്നു. എന്താണ് ഈ ആത്മഹത്യക്ക് പിന്നിലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? എപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത്? വിവരങ്ങൾ. മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് ഫയർഫോഴ്സ് സംഘം യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. നേമം സ്വദേശിയായിട്ടുള്ള ശരണ്യാണ് മരിച്ചത്. RTO ഓഫീസിൽ ഓഫീസ് അസിസ്റ്റന്റായി ജോലി ചെയ്തു വരികയായിരുന്നു. അതിനിടയിലാണ് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഈ നെയ്യാർ റിസർവോയറിൽ കയറുകയും അതിനുശേഷം ടിക്കറ്റ് എടുത്ത് കയറുകയും അതിനുശേഷം ആത്മഹത്യക്ക് ശ്രമിക്കുകയും ചെയ്തത്. അതിലിപ്പോൾ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഈ ഓഫീസിൽ ജോലി സമ്മർദ്ദമുണ്ടായിരുന്നു, അതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ്. ആ കാര്യങ്ങളൊക്കെ കുടുംബവുമായി ശരണ്യെ പങ്കുവച്ചിരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന കാര്യങ്ങളടക്കം അന്വേഷിക്കുന്നു. അല്പസമയം മുന്നെയാണ് യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. മൃതദേഹം ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.